ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ന്യൂ ഇയർ വ്ളോഗ് കണ്ടാലോ? ഞാൻ എങ്ങനെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇന്ന് ഒരു ന്യൂ ഇയർ ആയിട്ട് എൻ്റെ പ്രോഗ്രാംസ് എന്താണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മൾ തലേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് നിങ്ങൾ കണ്ടിട്ട് വരൂ, എന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാൻ ഞാൻ പടക്കം വാങ്ങാൻ പോവുകയാണ്. 2024 കഴിഞ്ഞ് 2025 ആവുകയാണ്. അപ്പോൾ ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ പടക്കം വാങ്ങിയിട്ട് വരാം. ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്ക് കാണണ്ടേ, കാട്ടിത്തരാം കേട്ടോ. ബൈ. അങ്ങനെ ഞങ്ങൾ സനുവിനായിട്ട് പടക്കം വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് അത് അവൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പടക്കങ്ങൾ കാട്ടിത്തരാം. ഒരു വലിയ കമ്പത്തിരി ഉണ്ട്, പിന്നെ ഇതിൻ്റെ പേര് അറിയില്ല, പക്ഷെ വാങ്ങി ഇത് സാധനം. പിന്നെ വാണുണ്ട്, പിന്നെ ചർപ്പറുണ്ട്, 2 ചർപ്പറ, പിന്നെ മേശപ്പൂവ്, കുഞ്ഞ ചക്കരം, പിന്നെ ഇതെന്താണ് മൂൺലൈറ്റ് പറഞ്ഞ സാധനം, പിന്നെ ഓലപ്പടക്കുണ്ട്. ഇത്രയും സാധനങ്ങളാണുള്ളത്. കാട്ടില്ലേ, ഇത്ര സാധനങ്ങളാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിക്കാം. അങ്ങനെ വാങ്ങിയ പടക്കങ്ങളും പൂത്തിരി, മേശപ്പൂവ്, എല്ലാ സാധനങ്ങളും അവരെല്ലാവരും കൂടെ കത്തിച്ചിട്ട് ആഘോഷിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടാണ് കേട്ടോ മക്കൾ. അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചു. എല്ലാവരും എല്ലാ പടക്കവും അവിടെ തന്നെ പൊട്ടിച്ച് തീർത്തു. കുറച്ച് അവിടെ നമ്മൾ മാറ്റി വെച്ചു. ആദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുന്നത്ത് പോകാനായിട്ട് ഞങ്ങളുടെ ഒരു പറക്കളം കുന്നുണ്ട്, അവിടെ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് കത്തിക്കാന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ സനു, ഒരു ചെറിയ അനിയൻ്റെ കുട്ടീൻ്റെ, അവളിനായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കാണണേ. ആ സമയത്താണ് ഉപ്പ വിളിച്ചത്, പനിയാണ്, വയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉപ്പാനായിട്ടൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഉപ്പാനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും കുന്നത്തേക്ക് പോയിട്ട് നമ്മളവിടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ വിജി, എൻ്റെ ഫ്രണ്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, അവളെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അവിടെ കുന്നത്തേക്ക് അവളൊരു കേക്കൊക്കെ ആയിട്ട് വന്നു. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചു. നല്ലൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു ഇപ്രാവശ്യത്തെ. ഞങ്ങളെല്ലാവരും കൂടെ കുന്നത്ത് അവിടെ ഒരു തട്ടുകടയുണ്ട് കേട്ടോ, പറക്കളം കുന്നത്ത് ഒരു തട്ടുകട ഉണ്ട്. ആ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ഓംപ്ലേറ്റ്, അതേപോലെ ബീഫ്, പൂള, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ അന്നത്തെ ഒരു നൈറ്റ് അവിടെ സെലിബ്രേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരികയാണ്. അന്നത്തെ നൈറ്റ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. പിറ്റുന്ന കാലത്ത് ട്രെയിനിങ് മോഡാണ്. ന്യൂ ഇയർ ദിവസം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ട്രെയിനിങ് കിട്ടിയിരിക്കുകയാണ്. ഷിബി വന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് കാറിൽ. അങ്ങനെ ട്രെയിനിങ് ഹാളിലൊക്കെ കയറി എല്ലാവരും കൂടെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. വൈകുന്നേരം തിരിച്ച് വരികയാണ്. 4:30-5 മണി ആയിരിക്കണം തിരിച്ച് വരുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഞാൻ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ മസാല ദോശയാണ് കഴിച്ചത്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മുടെ ഹരിയേട്ടൻ്റെ സ്പെഷ്യൽ അവിൽ മിൽക്ക് കൂടെ കഴിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് ബൂസ്റ്റ് സ്പെഷ്യൽ അവിൽ മിൽക്കൊക്കെ കഴിച്ചു. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.